എല്ലാവർക്കും ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പി ഒരു അടിപൊളി മധുരസേവയാണ്. ഈ മധുരസേവ വളരെ എളുപ്പത്തിൽ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മഴ സമയങ്ങളിലൊക്കെ ഇതുണ്ടാക്കി ഒരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം എടുക്കാൻ പറ്റും. ചായക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കണം മധുരസേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേ സെയിം അളവിൽ അരിപ്പൊടി എടുക്കുക. കടലപ്പൊടിയുടെ അതേ അളവിൽ തന്നെ എടുക്കുക അരിപ്പൊടി, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഈ നൂൽപുട്ടിനൊക്കെ പൊടിച്ചു വെച്ചേക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്, അരിപ്പൊടി. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഈ അരിപ്പൊടിയും കടലപ്പൊടിയും, പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിടുക. ഇനി അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക. ഈ അരിപ്പൊടിയും കടലപ്പൊടിയും പിന്നെ പഞ്ചസാരയും മാത്രം മതി ഇതിന് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അധികം ആവാൻ പാടില്ല വെള്ളം. ഇത് നല്ല മയത്തി കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചെയ്യേണ്ടത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുഴച്ച് പാകമായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ മധുരസേവ ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും മധുരസേവയുടെ അച്ച് സേവനാഴിയിലിട്ടിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ദിവസം കുറച്ചധികം ഉണ്ടാക്കി ഒരു എയർ ടൈറ്റുള്ള ടിന്നിലാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും വൈകുന്നേരത്തെ ചായക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. ഞാൻ കുറച്ച് വലിയ അച്ചിട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ ചെറിയ അച്ചുണ്ട്, ഇതിട്ട് കൊടുത്തിട്ടൊന്ന് കാണിച്ചു തരാം ഞാനത്.
ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്തിട്ട് ഒടിച്ച് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഇടാം. തീ ചെറുതാക്കി വെച്ച് കോരി വയ്ക്കാം. ഞാനിതിൻ്റെ ചെറിയ അച്ചും കൂടി ഇട്ടിട്ട് നോക്കി നോക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ഇതിൻ്റെ ചെറിയ അച്ചിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ ഇടയിലുള്ളത് അച്ഛൻ എൻ്റെ അടുത്ത് ഇല്ല. തീരെ ചെറുതും നല്ല വലിയ അച്ചുമുള്ളത്. രണ്ടാമത്തതും നല്ല ആയി. ഞാനിത് കോരിയെടുക്കുകയാണ്. എല്ലാതും ഇതുപോലെ ഈ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പാവ് വെച്ചെടുക്കുക ചെയ്യുക. ഞാനിത് അത് കാണിച്ചു തരാം. മധുരസേവ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര പാവ് വെച്ചാൽ അതിലേക്ക് അതിന് ഞാനൊരു പാൻ വെച്ചു. തീ കത്തിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ഒരുപാട് പാവ് മുറുകണ്ട. ഒന്ന് ഒട്ടണ പരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിട്ടെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിൽ കൂടെ ഒന്ന് തൂവിയെടുക്കുക. പഞ്ചസാര കരിയാൻ പാടില്ല. വെള്ളം ഇത്തിരി കൂടിപ്പോയി. ഒരിത്തിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം.
പരുവായിട്ടുണ്ട്. നൂല് പരുവാവണം. ഇത് കയ്യിൽ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ പൊട്ടണ ഒരു പരുവുണ്ടല്ലോ. പൊട്ടണ പരുവായിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഈ മധുര സേവയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പാത്രത്തിൽ വാങ്ങിയിരുന്നത് കുറേ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇളക്ക് ശരിയാവണം. ഈ പഞ്ചസാരപ്പാവ് ശരിക്കും പിടിക്കാനായിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതെല്ലാത്തുമ്പോഴേക്കും കറക്റ്റായിട്ട് പിടിക്കും. രണ്ട് അച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആക്കിയത്. അതാണ് 2 തരായിട്ടിരിക്കണത്. നല്ല അടിപൊളി മധുര സേവ റെഡി ആയിട്ടുണ്ട്.